ഒരു നീല സാരി ഉടുത്ത ചേടുത്തി എവിടുന്നോ കയറി വരും. ആ പള്ളിയിൽ സാരി ഉടുത്ത് ആരും പോകാറില്ല, ഇംഗ്ലീഷ് പള്ളിയാണ്. നമ്മുടെ ആൾക്കാർ തന്നെ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെല്ലുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ സാരി ഒന്നും ഉടുക്കുന്നില്ല. വല്ല ഓണത്തിന് വല്ല കളിക്ക് വേണ്ടി ഉടുക്കണമെന്നല്ലാതെ അവരാരും സാരി ഉടുക്കത്തില്ല. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ, ഇതേങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നീല സാരി ഉടുത്ത് ഒരു സൈഡത്ത് കയറി വരും. ഒരു 55 വയസ്സ് കയറി വന്നിട്ട് ഇവളുടെ പുറകെ വന്ന് തൊട്ടു. എന്ത് പരിപാടി എന്ന് ചോദിക്കും. എന്താണ് എന്ന് ചോദിക്കും. പറഞ്ഞു ജോലിയൊന്നും ആയില്ല, തിരിച്ചു പോകാൻ പോയി. അപ്പോൾ ഉടനെ ഒരു സ്ലിപ്പ് കൊടുക്കും. ഇതൊരു നമ്പറാണ്, ഇതിൽ വിളിച്ചാൽ നിനക്ക് ജോലി കിട്ടുമെന്ന് പറയും. ഉടനെ ആ ചേട്ടത്തി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവരോട് ഇവർ ചോദിച്ചാലും നിത ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? മരിയ. ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഏതാണ്ട് എന്തോ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റോറി പോലെ തോന്നും. പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് തോന്നത്തില്ല. കാരണം ഇതുപോലെയുള്ള അതേ അനുഭവങ്ങൾ നേരത്തെ ഒരു 100 കണക്കിന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആൾ എപ്പോഴും വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. ഇങ്ങനെ വരുന്ന ആൾ വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. അത് ഒരു അനുഭവമല്ല കിടക്കുന്നത്, ഒറ്റപ്പെട്ട അനുഭവമല്ല ഇത് കുറേ ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഉടമ്പടി നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് സംഭവം പോണത്. ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടം. ദൈവം തൻ്റെ മനുഷ്യരോട് അവൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് തന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കണത് കാണാം. 57-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 57:1. എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്, ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ